ഹായ് ഫ്രണ്ട്സ്, ഷോപ്പിലിരുന്നായാലും വീട്ടിലിരുന്നായാലും സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു വർക്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഷോപ്പിലൊക്കെ ആണെങ്കിലും സ്റ്റാഫ് ഉണ്ടാവണമെന്നില്ല. അപ്പം ഒറ്റയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു കണക്കെടുക്കാം. മൊത്തത്തിൽ ആ ഒരു ദിവസം വരെ നമുക്ക് എത്ര വർക്കുകൾ ചെയ്ത് കൊടുക്കാനുണ്ടെന്നുള്ളത്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഓരോ റോയിലാണ് തുണികൾ വെക്കുന്നുണ്ടെങ്കിൽ ആ റോയിൽ വെക്കുന്ന തുണികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വെക്കുക. ആരുടെയൊക്കെയാണ് എന്തൊക്കെ ഐറ്റമാണ് കൊടുക്കാൻ അതിലുള്ളത് എന്നുള്ളത് എഴുതി വെക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് തപ്പിയുള്ള സമയം നഷ്ടപ്പെടില്ല. നമ്മൾ ഏകദേശം ഒരു കണക്കെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്കിനി എത്ര തുണികൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് വർക്കുകൾ എടുക്കാൻ സാധിക്കത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എമർജൻസി ആയിട്ട് വരുന്നത്, ഷേപ്പ് ചെയ്യാൻ വരുന്നത്, അങ്ങനെയുള്ള എമർജൻസി വർക്കുകൾ ഒഴിവാക്കി വിടുക. കാരണം എടുത്തിരിക്കുന്ന വർക്കുകൾ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ലാസ്റ്റ് വരുന്ന വർക്കുകൾ എടുത്ത് നമ്മൾ കസ്റ്റമറിനോട് മുഷിയുന്നതിലും നല്ലത് നമ്മൾ അത് ഒഴിവാക്കി വിടുന്നതാണ്. അവരോട് ഇനി വർക്കുകൾ എടുക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാന്യമായിട്ട് അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരേ കസ്റ്റമർക്ക് തന്നെ ഒന്നിലധികം ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ലൈനിങ്ങുകൾ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തതിനെടുത്തതിന് ശേഷം ബാക്കിയുള്ള മെയിൻ തുണികളിലേക്ക് നമുക്കത് വെച്ച് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് കട്ടിങ്ങിലുള്ള സമയം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ ഷോപ്പിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലുള്ള സമയം കുറവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഒരു 2-3 ഡ്രസ്സെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു ടൈം കൂടെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാക്സിമം നമ്മുടെ കസ്റ്റമേഴ്സിനോട് നേരത്തെ തന്നെ അറിയിക്കുക, നമ്മൾ ഈ ഒരു ഡേറ്റ് വരെ വർക്കുകൾ എടുക്കുന്നുള്ളൂ, അതിനുശേഷമുള്ളത് എടുക്കുന്നില്ല എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ നമ്മളുടെ റെഗുലർ കസ്റ്റമേഴ്സിനെല്ലാം നേരത്തെ തന്നെ നമുക്ക് മെറ്റീരിയലുകൾ കൊണ്ടുതരാനായിട്ട് സാധിക്കുകയും അതുവഴി നമുക്ക് പെട്ടെന്ന് അവർ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവരുമ്പം അവരോട് പറ്റില്ല എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ടും സാധിക്കും. അതുപോലെ കസ്റ്റമേഴ്സ് ഡ്രസ്സ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അളവെടുക്കാൻ വരുന്ന സമയം നിശ്ചിത ഒരു സമയം വെച്ചതിന് ശേഷം അതിനുശേഷം മാത്രം വരിക എന്നുള്ളത് പറയാം. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ എണ്ണീറ്റ് പോയി നമുക്ക് അത്യാവശ്യം അളവെടുക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് രാവിലത്തെ ടൈം പരമാവധി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിച്ച് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷമൊക്കെയുള്ള ടൈം, അല്ലെങ്കിൽ 2 മണിക്ക് ശേഷമുള്ള ടൈം നമുക്ക് അളവെടുക്കാനായിട്ട് അങ്ങനെയൊന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ പകലുള്ള സമയം നമുക്ക് മാക്സിമം സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനോട് തന്നെ മോഡൽ കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് പറയുക. കൃത്യമായിട്ട് നെക്ക്, സ്ലീവ്, അതുപോലെ മറ്റ് മോഡലുകൾ, യോക്ക് പാറ്റേൺ, അങ്ങനെയൊക്കെ വരുന്ന ഓരോ പാറ്റേണുകൾ അവരോട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഷോപ്പിൽ വരുന്നതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് കണ്ടെത്തി കൊണ്ടുവരാനായിട്ട് പറയുക. കാരണം നമ്മൾ അവിടെ കസ്റ്റമർ വന്നതിന് ശേഷം ഓരോ ഡിസൈനൊക്കെ തപ്പി എടുത്ത് ഒക്കെ അവരെ പിൻട്രസ്റ്റിലൊക്കെ ആണെങ്കിലും എടുത്ത് കാണിക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. മാക്സിമം ടൈം സേവ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെയുള്ള സീസൺ ടൈമുകളിൽ ശ്രദ്ധിക്കേണ്ടത്. ചില കസ്റ്റമേഴ്സ് നമുക്ക് നേരത്തെ തന്നെ തുണി തന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മളത് മറന്നു പോയിട്ടുണ്ടായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് അവർക്ക് എപ്പോഴാണോ തുണി വേണ്ടത് അതിന് മുന്നായിട്ട് തന്നെ അവരെന്നാണോ തുണി വാങ്ങാൻ വരുന്നത് അതിനൊന്ന് 1-2 ദിവസം മുന്നേ നമുക്ക് ഒരു മെസ്സേജായിട്ടോ കോളായിട്ടോ ചെയ്തിരിക്കണമെന്നുള്ളത് അവരോടൊന്ന് പറയുക. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ഓണം സീസണിലും ക്രിസ്മസ് ടൈമിലും ഒക്കെ നമുക്ക് രാത്രിയിൽ ഫുള്ളിരുന്ന് സ്റ്റിച്ച് ചെയ്ത് വെളുപ്പിന് 5 മണി വരെയൊക്കെ ഇരുന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെളുപ്പിനെ നമുക്ക് വീട്ടിൽ പോയി അതിനുശേഷം വീണ്ടും ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങി രാവിലെ വീണ്ടും ഷോപ്പിൽ വന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും 1-2 പേരുടെ ഡ്രസ്സ് ലാസ്റ്റ് ടൈമിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ അവർ വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വർക്ക് ഏറ്റെടുക്കുകയും ചെയ്യും. സമയത്ത് അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ കസ്റ്റമർ ചിലപ്പോൾ എന്നേക്കുമായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ.
അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്നത് അതറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ സജഷൻസ് ഞാൻ സ്വീകരിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.